ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോപ്പ ഡെൽ റേയിൽ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് ലഗാനസ് മത്സരം 3-2 എന്ന ഗോൾ സ്കോറിന് റയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി എൻട്രിക്, ലുക്ക മോഡ്രിച്ച്, ഗോൺസാലോ ഗാഷിയ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ അവസാന നിമിഷം വരെ പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണ്. മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ താരങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല. ജൂഡ് ബെല്ലിംഗാം, കിലിയൻ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ പോലും സെക്കൻഡ് ഹാഫിലാണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഫെഡെ വാൽവേർഡെ, അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ലൂക്ക മോഡ്രിച്ച്, ബ്രഹീം ദിയാസ്, അസെൻസിയോ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും ഏവറേജ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓപ്പോണറ്റ് വളരെ ഈസി ആയിട്ട് വിൻ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ആദ്യ ഹാഫിലെ ആ ഒരു പെർഫോമൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പേഴ്സണലി ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു ഇത്രയധികം ടഫായിട്ടുള്ളൊരു മത്സരമായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാന നിമിഷം, അതും എക്സ്ട്രാ ടൈം 90 മിനിറ്റിനും എക്സ്ട്രാ ടൈം 3 മിനിറ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് ബ്രഹീം ദിയാസിൻ്റെ ആ ഒരു ക്രോസും ഗോൺസാലോ ഗാഷിയയുടെ ആ ഒരു ഹെഡിങ് ഗോളും അതില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മത്സരം കൈവിട്ട് പോകുക തന്നെയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രഹീം ദിയാസിൻ്റെ പ്രോപ്പർ പൊസിഷൻ ആയിരുന്നില്ല, എന്നിട്ട് പോലും പുള്ളി നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ ഒരു മത്സരത്തിൽ. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ബ്രഹീം ദിയാസ്. എൻട്രിക്കിൻ്റെ ഭാഗത്ത് നിന്നും എൻട്രിക്കിനെ കൊണ്ട് ഒരിക്കലും ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും എൻട്രിക്കിനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എംബാപ്പെ പോലുള്ള താരങ്ങൾക്ക് ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു ചെറിയ മാച്ചിലൊക്കെ അത്യാവശ്യം റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഒരിക്കലും എൻട്രിക്കിനെ കൊണ്ട് ഒരിക്കലും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു സൈനിങ് ചെയ്യുകയാണെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ മാത്രമല്ല, അത്യാവശ്യം റൈറ്റ് വിങ് ആയിട്ട് കളിക്കാൻ പറ്റിയൊരു പ്ലെയറും കൂടിയും ആയിരിക്കണം. അല്ലാതെ സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ മാത്രമുള്ളൊരു താരത്തെ സൈൻ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് കൺഫേംഡ് ആണ്, അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ ഒരു നല്ലൊരു സ്ട്രൈക്കറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ റൈറ്റ് വിങ്ങിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്രമാത്രം സക്സസ് ആവും എന്നൊരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പം തന്നെ സെൻറ്റർ ഫോർവേഡിൽ പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ഒന്ന് സെറ്റായി വന്നത്. ഈ ഒരു അവസരത്തിൽ എഗെയിൻ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മെൻ്റലിയും അതുപോലെ കളിയിൽ നല്ല രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫെഡെ വാൽവേർഡെ പെർഫോമൻസ് റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്കസ് ഇന്ന് ഈ ഒരു പൊസിഷനിൽ കളിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഓൾമോസ്റ്റ് തീരുമാനമാകുമായിരുന്നു. അതും ഡിഫെൻസീവിലും ഡിഫെൻസിലായാലും മിഡ്ഫീൽഡിലായാലും അറ്റാക്കിങ്ങിലും ഒരുപോലെ എഫേർട്ട് ഇട്ട് കളിച്ച ഒരു താരമാണ് ഫെഡെ വാൽവേർഡെ. പുള്ളി എല്ലാ മത്സരത്തിലും പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഇതുവരെ എനിക്കൊരു വളരെ വീക്കായിട്ട് ഒരു മാച്ചിലും എനിക്ക് ഫെഡെ വാൽവേർഡേൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില മത്സരങ്ങളിൽ ചെറിയ രീതിയിൽ ഡൗൺ ആവും, പക്ഷെ എന്തെങ്കിലും ആയിട്ട് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. വേറെ എനിക്ക് ഈ ഒരു മത്സരത്തിൽ വീക്കായിട്ട് പറയാനുള്ളത് എല്ലാ മത്സരങ്ങളും പറയുന്ന പോലെ ഫെർലാൻ മെൻഡി തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പറഞ്ഞു മടുത്തു. യാതൊരു വിധത്തിലുള്ളൊരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ പുള്ളിക്കാരനെ കൊണ്ട് സാധിച്ചില്ല. ചൗമിനി പ്രോപ്പർ പൊസിഷനായിരുന്നു, ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസാണ്. പ്രൈം ഫോമിലേക്ക് വന്നിട്ടില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സെൻറ്റർ ബാക്ക് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ ചേഞ്ചായി കളിക്കുന്നത് കൊണ്ടാവാം പഴയ ഒരു ഫോമിലേക്ക് വരാത്തത്. ഇനി വരാൻ പോകുന്നത് വലിയ ബിഗ് മാച്ചസ് ആണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, റുഡിഗർ ഓൾറെഡി ഇഞ്ചുറിയാണ്. ഡെർബി മത്സരങ്ങളിലും സിറ്റിക്കെതിരായ മത്സരങ്ങളിലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇതിനൊരു സൊല്യൂഷൻ ഇപ്പോഴേ കാർലോ കണ്ടെത്തിയില്ല എങ്കിൽ എഗെയിൻ നമ്മൾ വളരെ നാണം കെട്ട് തോൽക്കും എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മത്സരം കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.